വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. നാടിന്റെ കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ് ഒരു പിതാവും മകനും. വികാരനിർഭരമായാണ് വാളയാർ മാകാളിക്കാട് സ്വദേശി മോഹനനും മകൻ അനിരുദ്ധിനും നാട് വിട ചൊല്ലിയത്. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു. ഇരുവരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. പിതാവിന്റെയും സഹോദരന്റെയും ചേതനേറ്റ ശരീരങ്ങൾ കണ്ട് നെഞ്ചുപൊട്ടിക്കരയുന്ന മോഹനന്റെ മകൾ മോനിഷയുടെ കാഴ്ച കണ്ടുനിന്നവരുടെ എല്ലാം കണ്ണുകളെ ഈറനണിക്കുന്നതായിരുന്നു. മോനിഷയുടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ പിതാവിന്റെയും കുടുംബത്തിന്റെയും മനസ്സിൽ പ്രതീക്ഷകളും ആദിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരും മരണപ്പെടുന്നതിന്റെ തലേ ദിവസമാണ് വിവാഹ പത്രിക അച്ചടിക്കാൻ കൊടുത്തത് എന്ന് പറയുന്നു. പിതാവും മകനും മരണപ്പെട്ടതോടെ ഇനി അമ്മയും മകളും മാത്രമാണ് ഈ വീട്ടിൽ അവശേഷിക്കുന്നത്. ഒറ്റമുറി വീട്ടിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. കൃഷിയിടം നോക്കി നടത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനവും തൊഴിലുറപ്പ് ജോലിയിൽ നിന്നുള്ള കൂലിയും മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ തുച്ഛമായ വരുമാനം. മോഹനൻ 10 വർഷത്തിലേറെയായി പ്രദേശത്തെ ഒരു ഭൂ ഉടമയുടെ നെൽകൃഷി നോക്കി നടത്തുകയാണ്. കൃഷിപ്പണിക്ക് വെള്ളം തുറന്നുവിടാനായി വൈകിട്ട് വീട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ ദൂരത്തുള്ള കനാലിലേക്ക് പോയതായിരുന്നു ഇദ്ദേഹം. എന്നാൽ കനാലിലേക്ക് ഇറങ്ങുന്നതിനിടെ വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇതുവഴി ബൈക്കിൽ പോവുകയായിരുന്ന പ്രദേശവാസിയും അനിരുദ്ധിന്റെ സുഹൃത്തുമായ യുവാവാണ് മോഹനൻ കനാലിൽ കിടക്കുന്നത് കാണുന്നത്. ഉടൻ തന്നെ യുവാവ് വീട്ടിലെത്തി അനിരുദ്ധിനെ വിവരമറിയിക്കുകയും അനിരുദ്ധിനെയും കൂട്ടി സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അച്ഛൻ കനാലിലേക്ക് വീണ് കിടക്കുന്നത് കണ്ട അനിരുദ്ധ് മറ്റൊന്നും ചിന്തിക്കാതെ കനാലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. എന്നാൽ ഇതോടുകൂടി അനിരുദ്ധിനും ഷോക്കേറ്റു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇറങ്ങാതിരുന്നത് കൊണ്ടാണ് അപകടം ഒഴിവായത്. തുടർന്ന് ഈ സുഹൃത്ത് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ സ്ഥലത്തെത്തുന്നത്. തുടർന്ന് പോലീസും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെയാണ് 2 മൃതദേഹങ്ങളും പുറത്തെത്തിക്കുന്നത്. പ്രദേശത്തെ കാട്ടുപന്നികളെ പിടികൂടാനായി അനധികൃതമായി കനാലിൽ സ്ഥാപിച്ച വൈദ്യുതി കമ്പിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പന്നിയിറച്ചി ലക്ഷ്യമിട്ടാണ് കനാലിൽ കെണിവെച്ചതെന്ന് പ്രതികൾ സമ്മതിച്ചുവെന്നാണ് പോലീസ് നൽകിയ വിവരം. പ്രതികൾക്ക് കൃഷിയില്ല. മാസങ്ങളായി സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയറുകൾ കൊണ്ട് കെണിയൊരുക്കി പ്രദേശത്ത് ഈ സംഘം കാട്ടുപന്നിവേട്ട നടത്തിയിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവ ദിവസം വൈകിട്ട് 5ഓടെയാണ് ഈ സംഘം ഇവിടെ കെണിയൊരുക്കിയത്. സംഭവം നടന്ന പ്രദേശത്ത് ഒരു ഭാഗത്ത് തെങ്ങിൻതോപ്പും മറുഭാഗത്ത് നെൽപ്പാടവുമാണ്. ഇതിന് നടുവിലൂടെയാണ് കനാൽ പോകുന്നത്. ഇരു കൃഷിയിടത്തിലും പന്നികളെത്താറുണ്ട്. കനാലിൽ വെള്ളം കുടിക്കാനെത്തുന്ന പന്നികളെ ലക്ഷ്യമാക്കിയാണ് ഇലക്ട്രിക് വയറുകൾ ഘടിപ്പിച്ച് കെണിയൊരുക്കിയത്. കനാലിലൂടെ 150 മീറ്ററോളം ഇലക്ട്രിക് വയർ വലിച്ച് ഇതിന്റെ മറുഭാഗം 230 വോൾട്ട് LT ലൈനിൽ ഹുക്ക് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് കോർത്ത നിലയിലായിരുന്നു. സമീപത്തെ തോട്ടത്തിലെ മോട്ടോർ പുരയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ നിന്നാണ് കെണിയൊരുക്കാൻ വൈദ്യുതി എടുത്തിരുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നത് അന്വേഷിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ജില്ലയിൽ 2 വർഷത്തിനിടെ 13 പേരാണ് പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ജില്ലയിൽ അപകടം വർദ്ധിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന ഊർജിതമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.